ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ അറസ്റ്റ് സ്കാമിനെ കുറിച്ചാണ്. നോർത്ത് ഇന്ത്യയിൽ 2 ഡിജിറ്റൽ സ്കാം അറസ്റ്റ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഡിജിറ്റൽ അറസ്റ്റ് സ്കാം ഇന്ത്യയിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കിന്ന് അറിയാം. ഈ സിം സ്വാപ്പ്, കൊറിയർ സ്കാം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രോഡ് പരിപാടിയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് സ്കാം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നോയിഡയിലെ ഒരു സ്ത്രീക്ക് കാലത്ത് 9:30 പോലെ ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ കോളിൽ സംസാരിക്കുന്ന ആൾ പോലീസ് ഓഫീസർ എന്നും പറഞ്ഞാണ് കോൺടാക്ട് ചെയ്യുന്നത്. എന്നിട്ട് പുള്ളിക്കാരിയുടെ പേരിൽ ഒരു പരാതി ഉണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കാരിയുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് മുംബൈയിൽ ഒരു സിം കാർഡ് എടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ആ സിം കാർഡ് വഴി ഇല്ലീഗൽ അഡ്വർടൈസിങ്ങും സ്ത്രീ പീഡനമൊക്കെ നടന്നിട്ടുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കോള് കുറച്ച് കഴിഞ്ഞിട്ട് മുംബൈയിൽ ഒരു പോലീസ് ഓഫീസറിന് കൈമാറുന്നു. ആ പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയ്ക്ക് ഒരു എയർലൈൻ ഫൗണ്ടറിൻ്റെ പേരും ഉയർന്ന പദവിയിലുള്ള ഒരു പോലീസ് ഓഫീസറിൻ്റെ പേരും ഒക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഈ കേസ് ബന്ധപ്പെട്ട് പുള്ളിക്കാരുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് സുപ്രീം കോർട്ട് അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുണ്ട്. കുറേ നേരം ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ഈ കേസിൽ നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾക്കും ഈ കേസിനായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ കൂടുതൽ അന്വേഷിക്കാനായിട്ട് മുംബൈയിൽ ഒരു IPS ഓഫീസറിനെ കോൺടാക്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു സ്കൈപ്പ് ID കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൈപ്പ് IDയിൽ പുള്ളിക്കാരി കോൺടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് റിക്വസ്റ്റ് ചെയ്യണം, ഈ കേസിന് പ്രയോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന്, അറസ്റ്റ് വാറന്റ് നീക്കം ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ സ്കൈപ്പിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീ ആ സ്കൈപ്പ് വഴിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇവർ നോർമൽ കോൾ വഴിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്കൈപ്പ് വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അവർ ഈ സ്ത്രീനെ വീഡിയോ കോളിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വഴിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്കൈപ്പ് വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അവർ ഈ സ്ത്രീനെ വീഡിയോ കോളിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു എയർലൈൻ ഫൗണ്ടറിന്റെ വീട്ടിൽ 246 ഡെബിറ്റ് കാർഡ്സ് കണ്ടെത്തിയെന്നും അദ്ദേഹത്തിന്റെ പേര് ഒരു ഡെബിറ്റ് കാർഡിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീന്റെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് ബൾക്ക് അമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുവഴി കോടികളുടെ രൂപയാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പോൾ കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഈ സ്ത്രീയുടെ എല്ലാ അക്കൗണ്ട്സിലുള്ള കാശും ഒരു ICICI അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും അതുവഴി PFC അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പുള്ളിക്കാരിനെ കൊണ്ട് 3 ലക്ഷത്തിന്റെ ലോൺ എടുക്കാനും നിർബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാവത്തിന്റെ കയ്യിൽ നിന്ന് 11 ലക്ഷങ്ങളാണ് ഇവരെ തട്ടിയെടുത്തത്. ഇതുപോലത്തെ ഒരു കേസ് ഹരിയാനയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീനെ 7 ദിവസങ്ങളാണ് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു വെച്ചിരുന്നത്. ആ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് 2-2.5 ലക്ഷം രൂപകളാണ് നഷ്ടപ്പെട്ടത്. എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് സ്കാം എന്ന് പറയുന്നത്? ഈ തട്ടിപ്പുകാർ അല്ലെങ്കിൽ സ്കാമേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. പോലീസ് ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥയിലുള്ള ഓഫീസേഴ്സ് ആണെന്നും പറഞ്ഞാണ് കോൺടാക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ സിം കാർഡ് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്സിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെ വീഡിയോ കോളിൽ കോൺടാക്ട് ചെയ്യും. അതുവഴി നമ്മളെ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ് അവരടിച്ചുകൊണ്ട് പോകും. അവരുടെ ആവശ്യം പൂർത്തിയായതും ആ കോൾ കട്ട് ചെയ്തിട്ട് അവർ മുങ്ങിക്കളയും. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ അറസ്റ്റ് സ്കാം എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ അറസ്റ്റ് സ്കാം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും പോലീസ് ഓഫീസേഴ്സ് ഇമാതിരി ഒരു ഇഷ്യൂവിന് നോർമൽ കോൾ വഴി കോൺടാക്ട് ചെയ്യില്ല. ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസും ക്രെഡൻഷ്യൽസും ഒക്കെ മേടിച്ചിട്ട് അത് പരിശോധിച്ച് നോക്കണം. അവരോട് പറയാം, ഞങ്ങൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ബന്ധപ്പെടാമെന്നും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നോട്ടീസ് അയക്കണം എന്നൊക്കെ പറയാം. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു കോൾ വന്നാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.